പ്രതാപ്പൂർ നേരെ ചണ്ഡീഗഡ് കൊണ്ടുവരുന്നത്. അത് എയർഫോഴ്സിന്റെ ഫ്ലൈറ്റിലായിരുന്നു. ഓക്കെ, അവിടെ വന്നു. അവിടെ വന്നതിന് ശേഷമാണ് സ്മെല്ല് സ്റ്റാർട്ടായി. സ്മെല്ല് തുടങ്ങി. കാലിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് അങ്ങ് റിങ് ആയിട്ട് വെള്ളം നിറഞ്ഞിരുന്നു, അതൊക്കെ പൊട്ടി ഒലിക്കാൻ തുടങ്ങി. കൈ ആദ്യ ലക്ഷണം കാല് കേട് വന്നു കഴിഞ്ഞാൽ സ്മെല്ല് വരാൻ തുടങ്ങൂല്ലേ? വീക്കം വരും. ആദ്യം ഐസ് എഫക്റ്റ് ആയി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് വേദന വരും. ആദ്യം ഓവർ വേദന വരും. വേദന കടച്ചിലും ഉണ്ടാവൂല്ലേ? കടച്ചിലും അത് സഹിക്കാൻ പറ്റുന്നതിന്റെ മേലെയാണ്. എന്നിട്ടാണ് ഈ ചണ്ഡീഗഡ് വന്ന ശേഷമാണ് ഇതിന്റെ സ്മെല്ല് വരാൻ തുടങ്ങിയത്. അങ്ങനെ നേരെ ചണ്ഡീഗഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, ട്രീറ്റ്മെന്റ് തുടങ്ങി. അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ ഡോക്ടർ പറഞ്ഞു കൈയും കാലും കട്ട് ചെയ്യണം. കൈയിന്റെ അടിഭാഗത്തായിരുന്നു, ഈ പുറത്ത് ഭാഗത്തില്ലായിരുന്നു. നമ്മളിങ്ങനെ കിടക്കുന്ന ഈ ഭാഗത്ത് വന്നു, പിന്നെ കാലിന് 2 കാലും. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു കട്ട് ചെയ്യണം നമുക്ക്. അങ്ങനെ പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായി ഇങ്ങനെ പറഞ്ഞപ്പോൾ. നമ്മൾ വിചാരിച്ച ഹോസ്പിറ്റലിൽ എത്തിയാൽ രക്ഷപ്പെടും. പിന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഡോക്ടർ എന്നോട് പറഞ്ഞു പെട്ടെന്നൊന്നുമില്ല, ട്രീറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം, രക്ഷപ്പെടുമെന്ന്. അങ്ങനെ 1 മാസം 1.5 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എൻ്റെ കൈ രക്ഷപ്പെട്ടു. കൈ രണ്ടും രക്ഷപ്പെട്ടു. പക്ഷെ കാല് ഒരു കണക്കിന് എൻ്റെ കൂടെ എൻ്റെ റൂം ഈ ദിവസം പ്രതി കാല് സ്മെല്ല് കൂടി വരികയാണ്. അങ്ങോട്ടൊന്നും അറിയുന്നില്ല. ഡെഡായി കിടക്കുക, നടക്കാനൊന്നും പറ്റില്ല. ബെഡ് പേഷ്യന്റ്, ബെഡിൽ തന്നെ ബെഡ് പേഷ്യന്റ്. ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഓവർ സ്മെൽ. ആ വാർഡ്, സർജിക്കൽ വാർഡിൽ ആർക്കും കയറാൻ പറ്റാതെ. അപ്പൊ എനിക്കൊരു റൂം തന്നിട്ടുണ്ട്, AC റൂം. പക്ഷെ അതിൽ വേറെ ഒരുത്തനെ കൂടി കൊണ്ടിട്ട് അവൻ മെല്ലെ എന്നെ ഒഴിവാക്കാൻ വേണ്ടി അവന്റെ ഇതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ തന്നെ ഡോക്ടറോട് പറഞ്ഞിട്ട് അവനെ മരുകൂടി നമ്മളെ മാത്രം ഇട്ടേക്ക്, സഹിക്കാൻ പറ്റുന്നില്ല കൂടുതലാണ്. അപ്പോൾ ലാസ്റ്റ് ഈ വാർഡിന്റെ ലാസ്റ്റ് ഈ ഷുഗർ പേഷ്യൻറ്റിനായിട്ട് റൂമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവച്ചിടാനുള്ള പ്ലാൻ കുറച്ച് പേര് ചെയ്ത് നോക്കി. പക്ഷെ അവിടുത്തെ കമാൻഡൻ്റ് എല്ലാം രാവിലെ വിസിറ്റിന് വരും വെറുതെ. എനിക്കറിയില്ല, ഞാൻ എന്നെപ്പറ്റി അപവാദങ്ങൾ കുറച്ച് പറയും. കാരണം ഈ പോസ്റ്റിനെ പറ്റി അറിയില്ല. ഈ ലേലും ഈ താഴെ കിടക്കുന്ന ഇതുണ്ടല്ലോ, അവർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തോ ചെയ്തതെന്നാണ്. ദൈവം നമ്മളെ എല്ലാം കാണുന്നുണ്ട്. ആ കമാൻഡൻ്റ് എനിക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു.